നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ മുതൽ അവിടെ ജനവാസ മേഖലയിൽ ഇരിട്ടിയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു ഇപ്പോഴെന്നാണ് ഏറ്റവും പുതിയ വിവരം. വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി വെച്ചത്. ആനയ്ക്ക് ചികിത്സ നൽകും. ഫെലിക്സ് പുള്ളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ആനയുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ആശങ്കാജനകമായ കാര്യങ്ങളാണ് നേരത്തെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. മയക്കുവെടി അതിന് ഏൽക്കാനുള്ള അത്രയും ആപത്തുണ്ടോ എന്ന സംശയം തന്നെയുണ്ട്. നിലവിൽ എന്താണ് ആനയുടെ സ്ഥിതി? ഇപ്പോൾ ഈ മയക്കുവെടിക്ക് ശേഷം ഡോക്ടർമാർ എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവച്ചോ? ദിവിഷ്, ഏതാണ്ട് 2-3 മിനിറ്റ് മുൻപാണ് ആദ്യ റൗണ്ട് മയക്കുവെടി ആനയ്ക്ക് വെച്ചത്. പക്ഷേ ആന മയങ്ങിയിട്ടില്ല. വളരെ വേഗം ആന ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞടിക്കുകയാണ് ഉണ്ടായത്. മയക്കുവെടി വെച്ച് ഏതാണ്ട് ഒരു മിനിറ്റിന് ശേഷമാണ് ആന ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുത്തത്. ഇപ്പോഴേതായാലും ആന വീണ്ടും ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. ഈ വെറ്ററിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തി മയക്കുവെടി വെച്ചത്. ഇപ്പോഴേതായാലും ആന മയങ്ങിയിട്ടില്ല. ആന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആന ശൗര്യം കാണിക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആന മയങ്ങിയാൽ മാത്രമായിരിക്കും ഈ ആനിമൽ ആംബുലൻസിലേക്ക് അടക്കം ആനയെ കയറ്റാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് ഒരു റൗണ്ട് കൂടി ഇനി വേണമെങ്കിൽ മയക്കുവെടി വെക്കണമെങ്കിൽ ആ തീരുമാനത്തിലേക്ക് അടക്കം പോകും. ഏതായാലും ഒരു റൗണ്ട് മയക്കുവെടി ആനയ്ക്ക് കൊണ്ടിട്ടുണ്ട്. ആന ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ശൗര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ വീണ്ടും മയക്കുവെടി വെക്കേണ്ടതുണ്ട് എങ്കിൽ വീണ്ടും മയക്കുവെടി വെക്കും. തുടർന്ന് താൽക്കാലികമായി നിർമ്മിച്ച ആനിമൽ ആംബുലൻസ് ഇവിടെ കാര്യമായ വളരെ ഗുരുതരമായ മുറിവ് പോലെ തന്നെയാണല്ലോ നമുക്ക് ഇവിടെ നിന്നും കാണുമ്പോഴും തോന്നുന്നത്. എങ്ങനെയാണ് ഇതിന്റെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടാണ് ഇതിന് ചികിത്സ നൽകുക? ദിവിഷ്, എവിടെ കൊണ്ടുപോയി ചികിത്സ നൽകുമെന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. ഒന്നെങ്കിൽ കണ്ണൂരിൽ തന്നെ, കണ്ണൂരിലെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ മുത്തങ്ങയിലേക്ക്, വയനാട്ടിൽ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു മറുപടി ഏതായാലും വനവകുപ്പ് ACF അടക്കം നമ്മൾ സംസാരിച്ചപ്പോൾ വ്യക്തമായിട്ടില്ല. ഏതായാലും ആനയ്ക്ക് ഒരു റൗണ്ട് മയക്കുവെടിയാണ് കൊണ്ടിട്ടുള്ളത്. ചികിത്സ അത്യാവശ്യമാണ്. ആനയുടെ താടിയിൽ, കീഴ്ത്താടിയിലാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ആനയ്ക്ക് ഭക്ഷണം തീറ്റിയെടുക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തീറ്റിയെടുത്തിട്ടില്ല. അതിന് വലിയ ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് അതിജീവിക്കുക വളരെ പ്രയാസമാണ് എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആനയെ കൊണ്ടുപോയി ചികിത്സ നൽകും എന്നവർ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ കുങ്കിയാനകളൊന്നും ആവശ്യമില്ല. 2-3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി തന്നെയാണ്. അതുകൊണ്ട് മയങ്ങുകയാണെങ്കിൽ ആനയെ JCBയോ മറ്റോ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആളുകൾ തള്ളിയൊക്കെ ആനയെ വാഹനത്തിനുള്ളിലേക്ക്, ആംബുലൻസിനുള്ളിലേക്ക് കയറ്റാൻ കഴിയും എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആന ഇപ്പോഴും കരിക്കോട്ടുകരയിലെ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആനയെ പിടികൂടാനുള്ള ദൗത്യം അതാണ് തുടങ്ങിയത്. അതിപ്പോൾ വിജയകരമായി, കാരണം വളരെ അടുത്ത്, ആനയുടെ തൊട്ടടുത്ത് എത്തി ആനയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഒരുപാട് പ്രയാസപ്പെടേണ്ട ഒന്നും തന്നെ വന്നിട്ടില്ല. ഏതായാലും ആന മയങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മയങ്ങിയാൽ ഉടൻ തന്നെ ആനിമൽ ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ആനയെ കയറ്റും. പിന്നീട് ഒന്നെങ്കിൽ കണ്ണൂരിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ മുത്തങ്ങയിൽ, വയനാട്ടിലെ മുത്തങ്ങയിലേക്കും ആനയെ കൊണ്ടുപോയി മാറ്റുമെന്നതാണ്. പക്ഷേ മുറിവ് അത് വ്രണമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഭേദമാകുക എത്ര മാത്രം എളുപ്പമാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് ആന അതിജീവിക്കുക വളരെ എന്ന്. ഏതായാലും ഇപ്പോൾ 3 വയസ്സുള്ള പിടിയാനയാണ്. ഇപ്പോഴും ആനയുടെ കാലിൽ മുറിവുണ്ട്. അതായത് ആനയുടെ വായിൽ മാത്രമല്ല, കീഴ്ത്താടിയിൽ തകർത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും ആനയുടെ ഒരു കാലിൻ്റെ പാദത്തോട് ചേർന്നുള്ള ഇടത്തും മുറിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഒരുപക്ഷെ ആ മുറിവും ഒരുപക്ഷെ ആനയ്ക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ടെന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആനയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആന ഏതായാലും ശൗര്യം കാണിക്കുന്നുണ്ട്. മയങ്ങിയിട്ടില്ല. 3 വയസ്സ് മാത്രമുള്ള ആനയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയെ എത്രയും വേഗം പിടികൂടി ചികിത്സ നൽകാൻ സാധിക്കുമെന്നതാണ്.